എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു തോരനായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും തോരനല്ല, ഇരട്ടി ഗുണമുള്ളൊരു തോരനാണ്. അതിന് കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട്, ഒരു മുക്കാൽ ഗ്ലാസ്. പിന്നെ കുറച്ച് ചീരയിലയും അതും കൂടിയാണ് ഇതിന് വേണ്ടുന്നത്. പരിപ്പ് നമുക്ക് കഴുകിയെടുക്കണം. പിന്നെ ഇതിന് വേണ്ടി കുറച്ച് തേങ്ങ, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിന് മുളക്, പിന്നെ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. പരിപ്പ് നന്നായി കഴുകി ഞാനിപ്പോൾ ഒരു ചെറിയ കുക്കറിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ആ പരിപ്പിനെക്കാട്ടിലും കുറച്ച് ഒരു ഗ്ലാസ് പരിപ്പെടുത്തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കും. അത് കുക്കറിൻ്റെ പോലെ ഇരിക്കും അതിൻ്റെ വേവ്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ മതിയാവും ഈ പരിപ്പ് വെന്ത് കിട്ടാനായിട്ട്. അധികം വെന്ത് പോവുകയും ചെയ്യരുത്, എന്നാൽ വേകാതെ ഇരിക്കരുത്. അത്രയും നമുക്കൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഈ പരിപ്പിന് ഒരുപാട് ഗുണങ്ങളാണുള്ളത്. ഇത് പ്രോട്ടീനും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെയൊക്കെ മെച്ചപ്പെടുത്തും. അനീമിയ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് തടയാനൊക്കെ നല്ലതാണ് പരിപ്പ്. ഇതുപോലെ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം. അരച്ചെടുക്കല്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ആ ചീര ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആദ്യമേ ഈ ചീരയാണ് നമ്മൾ പരിപ്പ് വെന്തോട്ടെ അവിടെ നിന്ന് ഇതുപോലെ നല്ലതായിട്ട് വെന്ത് കിട്ടും. ശകലം വെള്ളം ഇരുന്നാലും കുഴപ്പമില്ല, നമ്മൾ ചീരയിലേക്ക് ഇടും. ഒത്തിരി വെള്ളം ആവില്ല, ലൂസായി പോകരുത്. ഇതുപോലെ വെറുന്നിരിക്കുന്ന ആ പരുവത്തിലാക്കി എടുക്കണം. പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ നമുക്ക് ഈ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതും കൂടി ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചീരയ്ക്ക് ഒരുപാട് വെള്ളമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ അടച്ച് വെച്ചാൽ മതി, 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ ചീര വെന്ത് കിട്ടും. അതുകൊണ്ട് ഇതിന് ഒരുപാട് വെള്ളം ഉള്ളതുകൊണ്ടാണ് ഞാനത് അടച്ച് വെക്കാത്തത്. ഇതൊന്ന് ഒതുക്കിയെടുത്ത് കഴിയുമ്പോൾ തന്നെ ചീര വെന്ത് കിട്ടും. തേങ്ങ ഇതിലേക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ശകലം ഉപ്പ് ഞാൻ ഇതിൽ ചേർത്തുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തരുമ്പോൾ ചീര ഇതുപോലെ വെന്ത് കിട്ടും. അടിയിൽ ശകലം എന്നിട്ടും വെള്ളമുണ്ട് തുറന്ന് വെച്ചിട്ട്, അത് സാരമില്ല. അത് നമുക്കൊന്നും കൂടി ഒന്ന് തുറന്ന് വേവിച്ച് കഴിയുമ്പോൾ ഇവാപ്രേറ്റ് ചെയ്ത് പൊക്കോളും. അത് കഴിഞ്ഞ് നമ്മൾ ആ വെന്തിരിക്കുന്ന പരിപ്പിൽ അധികം വെള്ളമൊന്നും ഇല്ലാതെ ലൂസായി പോകാത്ത പരിപ്പ് വേണം ഇതിലേക്ക് തന്നെ ഇടാനായിട്ട്. പരിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ രണ്ടിലും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ കൂട്ടാനായിട്ട് ചീരയില നല്ലതാണ്. ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മളിങ്ങനെ ഇലക്കറികളൊക്കെ വെച്ച് കഴിക്കണമെന്നാണ്. ഈ പരിപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് തുറന്ന് തന്നെ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ സ്വാദിഷ്ടമായ ഒരു അടിപൊളി തോരൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ നമുക്കൊരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ വേറെ ഒരു കറിയും വേണ്ട. അത്രയ്ക്ക് രുചികരമായ ഒന്നാണ് ഇങ്ങനത്തെ ഒരു തോരൻ, ചീരയും പരിപ്പും കൂടെ. അതിലേറെ ഇതിന് ഒരുപാട് ഗുണങ്ങളും കൂടിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദിഷ്ടമായ അതിലേറെ ഗുണങ്ങളുമുള്ളൊരു തോരൻ കറിയാണിത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും ഇനി ചീര പറിച്ച് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.